5 ഉപയോഗിച്ചുള്ള ചില കൺസ്ട്രക്ഷൻസ് നോക്കാം. ഇത് നമ്മൾക്ക് എക്സാമിന് പഠിക്കേണ്ട കൺസ്ട്രക്ഷൻ ടൈപ്പിൽ വരുന്നതല്ല. പക്ഷേ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്കാണത്. അപ്പോൾ എക്സാമിന് വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. സാധാരണയായി ചോദിക്കുന്ന ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 12 ടൈപ്പാണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ കൺസ്ട്രക്ഷൻസും ഓർത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാവുന്നത് മെത്തഡ് ഓഫ് ഡ്രോയിങ് ടാൻജൻസ് ഈവൻ ഇഫ് ദ സെന്റർ ഈസ് നോട്ട് നോൺ. കേന്ദ്രം അറിയില്ലെങ്കിലും തൊടുവര വരയ്ക്കുന്ന വിധം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ഒരു സർക്കിളിന്റെ സെന്റർ ഏതാന്ന് അറിയില്ല എങ്കിലും നമുക്ക് അതിന്റെ ടാൻജന്റ്, ആ സർക്കിളിൽ ഒരു ടാൻജന്റ് നമുക്ക് വരയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ സർക്കിളിലെ ഒരു പോയിന്റിലൂടെ ടാൻജന്റ് വരച്ചിരുന്നു. അത് നമ്മൾ പഠിച്ചതാണ്. ടൈപ്പ് 9 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച കൺസ്ട്രക്ഷനാണ്. അതിന് നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ, അവിടെ നമുക്ക് സെന്റർ അറിയാമായിരുന്നു. സെന്റർ അറിയാമെങ്കിൽ നമ്മൾ ഒരു റേഡിയസ് വരയ്ക്കും. ആ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വര വരയ്ക്കും. സർക്കിളിന്റെ പുറത്ത് സർക്കിളിന്റെ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന അതാണ് ടാൻജന്റ് വരച്ചത്. ഇവിടെ നമുക്ക് ഈ സർക്കിളിന്റെ സെന്റർ അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡയമീറ്ററോ റേഡിയസോ കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ സർക്കിളിൽ ഒരു ടാൻജന്റ് വരയ്ക്കണം. ഒരു പോയിന്റിലുള്ള ടാൻജന്റ് കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയും വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കോഡ്, എന്തെങ്കിലും ഒരു കോഡ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു കോഡ് വരയ്ക്കാം. ഞാനിപ്പം ഇങ്ങനെ ചെരിച്ചൊരു കോഡ് വരയ്ക്കും. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ആ ലൈനിൽ ഞാനൊരു ആംഗിൾ മെഷർ ചെയ്യുന്നു. അത് എനിക്കിഷ്ടമുള്ള ആംഗിൾ എടുക്കാം. എത്ര വേണമെങ്കിലും ഞാനൊരു ആംഗിൾ എടുക്കുന്നു, ഒരു അക്യൂട്ട്. കാരണം ഇതിന് ഈ ഒരു കോഡ് വരച്ചപ്പോൾ മൈനർ പാർട്ടുമായി മേജർ പാർട്ടുമായി. ഞാൻ മാർക്ക് ചെയ്യുന്ന ആംഗിൾ മേജർ പാർട്ടിലാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം, മൈനർ പാർട്ടിലാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആയിരിക്കും വരിക. അപ്പൊ ഞാൻ മേജർ പാർട്ടിലാണ് ഒരു ആംഗിൾ എടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ കോഡിന്റെ ഒരറ്റത്ത് വെച്ചിട്ട് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനിവിടെ ഒരു 60 ഡിഗ്രിയിൽ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ട് അതിനെ ഞാൻ സർക്കിളുമായിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ ഞാനൊരു ട്രയാങ്കിൾ ഇവിടെ പൂർത്തിയാക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എത്രയാണ് ആംഗിൾ എന്നൊന്നും പറയുന്നില്ല. നമുക്ക് അത് എത്രയെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ എടുക്കുക എന്നേ ഉള്ളൂ. ഞാനതിന് X ഡിഗ്രി എന്ന് തൽക്കാലം എഴുതും. ഇനി നമുക്കറിയാം, ഈ X ഡിഗ്രി എത്രയാണോ അത് തന്നെയാണ് ടാൻജന്റും കോഡുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആംഗിള്, അപ്പോൾ ഞാൻ X എന്ന് എഴുതിയ ആംഗിള് 65 ആയിട്ട്. ഓക്കെ, 65, 66 ആണ്. അപ്പൊ ആ 66 തന്നെ ഞാൻ ഇവിടെ വരുന്ന വിധത്തിൽ വേണം കോഡ് വരയ്ക്കാൻ. കാരണം മേജർ പാർട്ടിലുള്ള കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന അതേ ആംഗിളാണ് കോഡും ടാൻജന്റും മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്നത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി, 66 ഇവിടെ മെഷർ ചെയ്തു. X എന്നുള്ളത് 66 ആണെന്ന് മെഷർ ചെയ്തു. അതേ 66 ഞാൻ ഇവിടെ മെഷർ ചെയ്തെടുക്കുന്നു. ആ പോയിന്റിനെ ഈ കോഡിന്റെ ഒരറ്റവുമായി ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. സോ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? X തന്നെയായിരിക്കും. സോ സെന്റർ അറിയില്ലെങ്കിലും ടാൻജന്റ് വരയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, സെന്റർ അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടാൻജന്റ് വരയ്ക്കുക? ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ്, സർക്കിളിന് ഒരു ടാൻജന്റ് വരയ്ക്കണം, അത്രയേ ഉള്ളൂ. സോ എവിടെയെങ്കിലും ഒരു കോഡ് വരയ്ക്കുക, മേജർ പാർട്ടിൽ ഒരു ആംഗിള് വരയ്ക്കുക. അത് എത്രയാ? സെക്കൻഡ് കൺസ്ട്രക്ഷൻ. ഇവിടെ മെത്തഡ് ഓഫ് ഡ്രോയിങ് ടാൻജൻസ് ഇഫ് ദ ട്രയാങ്കിൾ ഡ്രോൺ ഇസ് ഐസോസെൽസ്. ത്രികോണം സമപാർശ്വമായി വരച്ചാൽ തൊടുവര വരയ്ക്കുന്ന വിധം. അപ്പൊ നമുക്ക് ആകെ തന്നിരിക്കുന്ന ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെന്റർ അറിയില്ല എത്രയാന്ന്.
നമുക്ക് തന്നിരിക്കുന്നത് ആ സർക്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതായത് ഈ സർക്കിൾ സർക്കിളാണ്, പരിവൃത്തമാണ്. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഐസോസെൽസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ ഈ രണ്ട് സൈഡ് ആയിരിക്കും ഈക്വൽ ആയിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഞാൻ അതിനെ എത്രയാന്ന് ഇപ്പം മെഷർ ചെയ്തിട്ടുള്ള വാല്യൂ എഴുതുന്നില്ല, ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടാൻജന്റ് വരയ്ക്കാം. അപ്പം ട്രയാങ്കിൾ ഐസോസെൽസ് ആയിട്ട് വരച്ചാൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർട്ടെക്സിലൂടെ അതേ മെഷർമെന്റിൽ വരച്ചാൽ മതി. അപ്പൊ ഇത് എത്രയാണ് എക്സ് എന്ന് നോക്കാം. നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് പ്രൊട്രാക്ടറിൽ ഒന്ന് മെഷർ ചെയ്തെടുക്കാം. നമുക്ക് കാണാം 60 ഡിഗ്രി എന്നാണ് വരുന്നത്. സോ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ 60 മെഷർ ചെയ്യും. അത് എങ്ങോട്ട് വേണമെങ്കിലും മെഷർ ചെയ്യാം, ഇങ്ങോട്ടോ അങ്ങോട്ടോ മെഷർ ചെയ്യാം. നമ്മൾ 60 മെഷർ ചെയ്ത് എടുക്കുമ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ആ പോയിന്റിനെയും ഈ മൂന്നാമത്തെ വേർട്ടെക്സിനെയും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വര വരയ്ക്കുമ്പോൾ അത് ആ സർക്കിളിന് ടാൻജന്റ് ആയിരിക്കും. നമ്മളിവിടെ മെഷർ ചെയ്തത് ഈ ആംഗിൾ, ഇത് എക്സ് ഡിഗ്രി തന്നെയാണ് എന്നാണ്. ശരിയാണോ ഇപ്പോൾ ചെയ്തത്? ശരിയാണ്. കാരണം ഇതാണ് ഒരു കോഡ് ഞാൻ എടുത്തത്. ഈ കോഡില് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ് എക്സ്, അത് തന്നെയാണ് മൈനർ പാർട്ടിലും വരും. സോ ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ സർക്കിളിനകത്ത് തന്നിരിക്കുന്നു. സർക്കിളിന്റെ 3 പോയിന്റിലൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലൂടെ അതേ ആംഗിളില് ടാൻജന്റ് വരച്ചാൽ മതി. മെഷർ ചെയ്യുക, അത് തന്നെ കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എടുക്കുക. ആ ആംഗിൾ വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ടാൻജന്റ്. സെക്കൻഡ് കൺസ്ട്രക്ഷൻ. ഇവിടെ മെത്തഡ് ഓഫ് ഡ്രോയിങ് ടാൻജന്റ്സ് ഇഫ് ദ ട്രയാങ്കിൾ ഡ്രോൺ ഇസ് ഐസോസെൽസ്. ത്രികോണം സമപാർശ്വമായി വരച്ചാൽ തൊടുവര വരയ്ക്കുന്ന വിധം. അപ്പൊ നമുക്ക് ആകെ തന്നിരിക്കുന്ന ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെന്റർ അറിയില്ല എത്രയാന്ന്. നമുക്ക് തന്നിരിക്കുന്നത് ആ സർക്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതായത് ഈ സർക്കിൾ സർക്കിളാണ്, പരിവൃത്തമാണ്. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഐസോസെൽസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ ഈ രണ്ട് സൈഡ് ആയിരിക്കും ഈക്വൽ ആയിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഞാൻ അതിനെ എത്രയാന്ന് ഇപ്പം മെഷർ ചെയ്തിട്ടുള്ള വാല്യൂ എഴുതുന്നില്ല, ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടാൻജന്റ് വരയ്ക്കാം. അപ്പം ട്രയാങ്കിൾ ഐസോസെൽസ് ആയിട്ട് വരച്ചാൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർട്ടെക്സിലൂടെ അതേ മെഷർമെന്റിൽ വരച്ചാൽ മതി. അപ്പൊ ഇത് എത്രയാണ് എക്സ് എന്ന് നോക്കാം. നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് പ്രൊട്രാക്ടറിൽ ഒന്ന് മെഷർ ചെയ്തെടുക്കാം. നമുക്ക് കാണാം 60 ഡിഗ്രി എന്നാണ് വരുന്നത്. സോ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ 60 മെഷർ ചെയ്യും. അത് എങ്ങോട്ട് വേണമെങ്കിലും മെഷർ ചെയ്യാം, ഇങ്ങോട്ടോ അങ്ങോട്ടോ മെഷർ ചെയ്യാം. നമ്മൾ 60 മെഷർ ചെയ്ത് എടുക്കുമ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ആ പോയിന്റിനെയും ഈ മൂന്നാമത്തെ വേർട്ടെക്സിനെയും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വര വരയ്ക്കുമ്പോൾ അത് ആ സർക്കിളിന് ടാൻജന്റ് ആയിരിക്കും. നമ്മളിവിടെ മെഷർ ചെയ്തത് ഈ ആംഗിൾ, ഇത് എക്സ് ഡിഗ്രി തന്നെയാണ് എന്നാണ്. ശരിയാണോ ഇപ്പോൾ ചെയ്തത്? ശരിയാണ്. കാരണം ഇതാണ് ഒരു കോഡ് ഞാൻ എടുത്തത്. ഈ കോഡില് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ് എക്സ്, അത് തന്നെയാണ് മൈനർ പാർട്ടിലും വരും. സോ ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ സർക്കിളിനകത്ത് തന്നിരിക്കുന്നു. സർക്കിളിന്റെ 3 പോയിന്റിലൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആംഗിൾസിന്
ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിലൂടെ അതേ ആംഗിളിൽ ടാൻജന്റ് വരച്ചാൽ മതി. മെത്തേഡ് ടു ഡ്രോ ദ ടാൻജന്റ് ടു എ സർക്കിൾ അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ്. ഒരു വൃത്തത്തിലെ ഏതെങ്കിലും ബിന്ദുവിലൂടെ തൊടുവര വരയ്ക്കുന്ന വിധം. അപ്പൊ നമ്മൾ നേരത്തെ രണ്ട് സമയത്തും ചെയ്ത് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ആംഗിൾ മെഷർ ചെയ്ത് ആ ആംഗിൾ തന്നെ ഓപ്പോസിറ്റ് പാത്തിൽ എടുത്തിട്ട് അവിടെ ആ ആംഗിൾ എടുത്തിട്ടായിരുന്നു നമ്മൾ ടാൻജൻസ് വരച്ചത്. അപ്പൊ ഇവിടെ നമുക്കൊരു പോയിന്റ് തരുന്നു. ആ പോയിന്റിലൂടെ ഉള്ള ടാൻജന്റ് വരയ്ക്കണമെന്ന് പറയുന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം തന്നെ ഏത് പോയിന്റിലൂടെയാണ് ടാൻജന്റ് വരയ്ക്കുന്നതെന്ന് തീരുമാനിക്കാം. ഞാൻ സപ്പോസ് ഈ ഒരു പോയിന്റിലൂടെയുള്ള ടാൻജന്റ് വരയ്ക്കണം. അപ്പൊ എനിക്ക് ഈ സർക്കിളിന്റെ സെന്റർ അറിയില്ല, എന്നാൽ എനിക്ക് ആ മാർക്ക് ചെയ്ത സ്പെസിഫൈഡ് പോയിന്റിലൂടെയുള്ള ടാൻജന്റ് തന്നെ വരയ്ക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഈ വരച്ചിരിക്കുന്ന പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഒരു സർക്കിളിന്റെ ആർക്ക് വരയ്ക്കും. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ടാൻജന്റ് വരയ്ക്കുന്നത് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് തന്നാൽ അതിലൂടെ എങ്ങനെ നമ്മൾ ടാൻജന്റ് വരയ്ക്കാം എന്നാണ് ഇവിടെ ചെയ്യുന്നത്. സെന്റർ അറിയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏതാണോ ആ സ്പെസിഫൈഡ് പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് ഒരു നമുക്ക് ഇഷ്ടമുള്ള, ഇങ്ങനെ ഇന്നത് എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഒരു മെഷർമെന്റിൽ ഒരു ആർക്ക് വരയ്ക്കും. അപ്പൊ അതെന്തായാലും വരയ്ക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിനെ അത് ടച്ച് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ടച്ച് ചെയ്ത രണ്ട് പോയിന്റ്സും നോട്ട് ചെയ്യാം. ആ രണ്ട് പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ കോഡിന് പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് ഈ പോയിന്റിലൂടെ നമുക്ക് ലൈൻ വരച്ചാൽ മതി. അപ്പം ഈ ലൈൻ ഏത് ലൈനിനാണോ സമാന്തരമായിട്ട് വരയ്ക്കേണ്ടത് അവിടെ നമ്മൾ ചേർത്ത് സെറ്റ് സ്ക്വയർ വെക്കുക. സെറ്റ് സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് സ്കെയിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് അത് നേരെ മുകളിലേക്ക് മൂവ് ചെയ്യിക്കുക. ആ പോയിന്റ് എത്തുന്നത് വരെ, എന്നിട്ട് ആ പോയിന്റിലൂടെ ടാൻജന്റ് വരയ്ക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിലൂടെയുള്ള ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ആ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അത് നമ്മുടെ സർക്കിളിനെ ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുക. ആ ലൈനിന് പാരലൽ ആയിട്ട് ആ പോയിന്റിലൂടെ ഒരു വര വരയ്ക്കുക. അതായിരിക്കും ആ പെർട്ടിക്കുലർ പോയിന്റിലെ ഈ സർക്കിളിലെ ടാൻജന്റ്.